എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? മെഷർ ചെയ്യുവാനും ആ മെഷർ ചെയ്തതിനെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുവാനും സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. അവയ്ക്ക് എക്സാമ്പിൾസ് പറയാം. ലെങ്ത്, മാസ്, ടൈം, സ്പീഡ്, ഫോഴ്സ്, ഡെൻസിറ്റി, പവർ, പ്രഷർ തുടങ്ങിയവയെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആകുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റ് എഴുതുന്നത് Q = NU എന്ന ഫോമിലാകുന്നു. വേർ Q എന്നത് ഏതാണോ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതാകുന്നു Q. N എന്ന് പറയുന്നത് നമ്പർ ആകുന്നു, U യൂണിറ്റ് ആകുന്നു. അതിന് എക്സാമ്പിൾ പറയാം. ലെങ്ത് = 5 മീറ്റർ എന്ന് എഴുതുമ്പോൾ അവിടെ Q എന്നത് ലെങ്ത് ആകുന്നു, N എന്നത് 5 ആകുന്നു, U എന്നത് മീറ്റർ ആകുന്നു. നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യുവാനോ ആ മെഷർ ചെയ്തതിനെ രേഖപ്പെടുത്തുവാനോ സാധിക്കാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട്. അവയെ നമ്മൾ ഇംമെഷറബിൾ ക്വാണ്ടിറ്റീസ്, അതായത് നോൺ മെഷറബിൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. നോൺ മെഷറബിൾ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആകുന്നു ലവ്, സാഡ്നസ്, ഹാപ്പിനെസ്, പെയിൻ, ഡിസയർ, ഗ്രീഡ്, ഫെയ്ത്ത്, ട്രസ്റ്റ്. ഇവയൊക്കെ നമുക്ക് അളക്കാൻ കഴിയാത്ത ക്വാണ്ടിറ്റീസ് ആകുന്നു. അതിനാൽ ഇവയെ നോൺ മെഷറബിൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഇംമെഷറബിൾ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്യുന്നതിനും എക്സ്പ്രസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ റെഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇവയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി യൂസ്ഡ് ടു മെഷർ ആൻഡ് എക്സ്പ്രസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ, മീറ്റർ ഈസ് ദി യൂണിറ്റ് ഓഫ് ലെങ്ത്, കിലോഗ്രാം ഈസ് ദി യൂണിറ്റ് ഓഫ് മാസ്, second is the unit of time. Without a unit, measurement has no meaning. Example, saying 5 is incomplete, but 5 meters gives full meaning. Okay. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്നതിനും എക്സ്പ്രസ് ചെയ്യുന്നതിനും വേണ്ടി 1960s ഗ്ലോബലി നടന്ന 11th ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ് ആൻഡ് മെഷർ അനുസരിച്ച് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് SI സിസ്റ്റം ആകുന്നു. ഈ ഒരു SI സിസ്റ്റം പ്രകാരം ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആകുന്നു, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറണ്ട് ആംപിയർ, ലുമിനിയസ് ഇൻറ്റൻസിറ്റി കാൻഡല, ആൻഡ് ഓൾസോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് മോൾ. നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഡിറൈവ്ഡ് യൂണിറ്റ്സും അതുപോലെ സ്പെഷ്യൽ യൂണിറ്റ്സും ഒന്ന് പരിചയപ്പെടാം. ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമുക്ക് ആദ്യം നോക്കാം. ഫ്രീക്വൻസിയുടെ ഡിറൈവ്ഡ് യൂണിറ്റ് ആകുന്നു ഹെർട്സ്, പ്രഷർ പാസ്കൽ, പവർ വാട്ട്, ഫോഴ്സ് ന്യൂട്ടൺ, കപ്പാസിറ്റൻസ് ഫാരഡ്, ഇലക്ട്രിക് ചാർജ് കൂളോം, റെസിസ്റ്റൻസ് ഓം, കണ്ടക്റ്റൻസ് സീമെൻസ്, കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് സീമെൻസ് ആകുന്നു അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആകുന്നു സീമെൻസ് പെർ മീറ്റർ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആകുന്നു ബെക്കറൽ അല്ലെങ്കിൽ ക്യൂറി. ദെൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്പെഷ്യൽ യൂണിറ്റ്സ് ഉണ്ട്, അവയൊന്ന് നമുക്ക് നോക്കാം. കപ്പലുകളുടെ വേഗത പറയാനായിട്ട് നോട്ട് ആണ് ഉപയോഗിക്കുന്നത്, നോട്ട്. സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഇയർ ആകുന്നു. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 × 10⁻12 കിലോമീറ്റർ ആകുന്നു. അതുപോലെ ഗാലക്സീസ് തമ്മിലുള്ള ദൂരം പറയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ യൂണിറ്റ് ആകുന്നു പാർസെക്. 1 പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 10ന്റെ പവറിനെ കുറിച്ച് പഠിക്കാം. 10ന്റെ പവർ പോസിറ്റീവ് നമ്പർ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്നാണ് പറയുന്നത്. 10ന്റെ പവർ നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ സബ് മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്നാണ് പറയുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾസ് ഓഫ് 10ഉം സബ് മൾട്ടിപ്പിൾസ് ഓഫ് 10ഉം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 10 ഏതൊക്കെയാണെന്ന് പറയാം. 10⁻1, 10⁻2, 10⁻3, 10⁻6, 10⁻9 ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾസ് ഓഫ് 10 ആകുന്നു. 10⁻1നെ നമ്മൾ ഡെക്ക എന്നാണ് പറയുന്നത്, 10⁻2നെ ഹെക്ടോ എന്നും, 10⁻3യെ കിലോ, 10⁻6 മെഗാ, 10⁻9 ജിഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സബ് മൾട്ടിപ്പിൾസ് ഓഫ് 10 ഏതൊക്കെയാണെന്ന് നോക്കാം. 10⁻1, 10⁻2, 10⁻3, 10⁻6, 10⁻9, 10⁻15 ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട സബ് മൾട്ടിപ്പിൾസ് ഓഫ് 10 ആകുന്നു. 10⁻1നെ ഡെസി എന്നാണ് പറയുന്നത്. അതുപോലെ 10⁻2 സെന്റി, 10⁻3 മില്ലി, 10⁻6 മൈക്രോ, 10⁻9 നാനോ, 10⁻12 പൈക്കോ, 10⁻15 ഫെംടോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു.